ഗുജറാത്തിലും മധ്യപ്രദേശിലും ട്രെയിൻ അട്ടിമറിക്ക് ശ്രമിച്ചെന്ന കേസിൽ റെയിൽവേ ജീവനക്കാർ അറസ്റ്റിലായി. ഗുജറാത്തിലെ സൂററ്റിൽ ട്രെയിൻ പാളം തെറ്റിക്കാൻ ഗൂഢാലോചന നടത്തിയതിന് 3 പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. മധ്യപ്രദേശിൽ ഡിറ്റനേറ്ററുകൾ മോഷ്ടിച്ചതിന് ട്രാക്ക് പെട്രോളിംഗ് സ്റ്റാഫിനെ അറസ്റ്റ് ചെയ്തു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. വേലി തന്നെ വിളവ് തിന്നുന്നു പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. റെയിൽവേ ജീവനക്കാരാണോ ഈ കലാപരിപാടിയൊക്കെ ഒപ്പിക്കുന്നത്? പറയൂ. ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ 3 ആഴ്ചക്കിടെ രാജ്യത്ത് ഗുരുതര സ്വഭാവമുള്ള 10ഓളം ഇത്തരത്തിൽ ട്രെയിൻ അട്ടിമറി ശ്രമങ്ങളാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിൽ 2 കേസുകളിലെ പ്രതികളെയാണ് അറസ്റ്റിലായിരിക്കുന്നത്. മധ്യപ്രദേശിലെ രത്നത്തിൽ ഈ കേരളത്തിലേക്ക് വരികയായിരുന്ന സൈനിക ട്രെയിനിന് നേരെയാണ് സ്ഫോടനമുണ്ടായത്. ഈ കേസിൽ റെയിൽവേ പട്രോളിംഗ് സ്റ്റാഫ് സാബിർ എന്ന റെയിൽവേ പട്രോളിംഗ് സ്റ്റാഫാണ് അറസ്റ്റിലായിരിക്കുന്നത്. 10 ഡിറ്റനേറ്ററുകൾ റെയിൽവേയുടെ തന്നെ മോഷ്ടിച്ച് ഇയാളായിരുന്നു ഈ റെയിൽവേ ട്രാക്കിൽ സ്ഥാപിച്ചിരുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ റെയിൽവേ നിയമം അനുസരിച്ച് കേസെടുത്തിരിക്കുന്നു എന്നാണ് റെയിൽവേ അറിയിക്കുന്നത്. അതേസമയം ഗുജറാത്തിലെ സൂറത്തിൽ 3 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. സുഭാഷ്, മനീഷ്, ശുഭം എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ ട്രാക്കിന്റെ ഫിഷ് പ്ലേറ്റുകൾ ഇളക്കി വെക്കുകയായിരുന്നു. ഇത് ഗുരുതര അപകടത്തിന് കാരണമായേക്കാവുന്ന സംഭവമായിരുന്നു. എന്നാൽ തൊട്ടു മുൻപായി തന്നെ ഈ ലോക്കോ പൈലറ്റ് ഇക്കാര്യം ശ്രദ്ധിച്ച് ട്രെയിൻ നിർത്തുകയായിരുന്നു. ഇവരെ 3 പേരെയും ചോദ്യം ചെയ്തതിൽ നിന്നും ഇവർ ഇത് റിപ്പോർട്ട് ചെയ്ത് പ്രശസ്തി നേടാനും പുരസ്കാരം നേടാനും ഒപ്പം തന്നെ ഈ രാത്രിയുള്ള പട്രോളിംഗ് ഒഴിവാക്കാതിരിക്കുന്നതിനും വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ പ്രവർത്തിച്ചത് എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും റെയിൽവേ ഇത് ഗൗരവത്തോടെ തന്നെ കാണുന്നു എന്നാണ് അറിയിക്കുന്നത്. SKN. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.